Welcome back to my YouTube channel. This is Tej Tangu and you're watching. അപ്പോൾ ഗൈസ് ഇന്ന് അമ്മേനെയും ചേച്ചിയും കൂട്ടി നമ്മൾ എന്തിനാണ് വന്നത്? പഴയ വീഡിയോ നോക്കാം. പഴയ വീഡിയോ പറഞ്ഞാൽ എത്ര പഴയതാ? ഒരു 10-15 വർഷം. യെസ് ഗൈസ്, നിങ്ങൾ ആരും അറിയാത്ത ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും എന്താ എൻ്റെ ഡാൻസ് വീഡിയോസ് കണ്ടിട്ടില്ല. ഈ കൊടുത്ത ബൊമ്മനെ പോലെ തോളോടൊപ്പം അതിനേക്കാൾ മേളിൽ തൊട്ടാ പിടിച്ചാൽ തുള്ളുന്ന ഒരു ഞാൻ പണ്ടുണ്ടായിരുന്നു. അതെ, അതിലായിരുന്നു ഞാൻ മെയിൻ. ശരിക്കും പറഞ്ഞാൽ അണ്ടവാമക്ക് സമന്തേൻ്റെ പകരം എന്നെ വിളിക്കേണ്ടതായിരുന്നു. ബിക്കോസ് ആ കഴിവ് ഞാൻ പുറത്ത് കാണിക്കാത്തതുകൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത്. ആ പണ്ടത്തെ ആ കഴിവ് ഞാൻ ഇപ്പോഴും കൊണ്ടുവന്നെങ്കിൽ അണ്ടവാമക്ക് ഞാൻ കളിക്കണ്ടാവും. ഈ വീഡിയോസൊക്കെ ചെറുപ്പത്തിൽ നിമിഷാൻ്റീനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ LKG-ലാണ്. അപ്പോൾ നിമിഷാൻ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എടുക്കുക. അപ്പോൾ നിമിഷാൻ്റിക്ക് ഒരു യൂട്യൂബ് ചാനൽ ആ കാലത്ത് ഉണ്ട്. അപ്പോൾ നിമിഷാൻ്റീൻ്റെ മെയിൻ ആയിട്ടുള്ള കലാകാരി ഞാനാണ്. ബിക്കോസ് ഞാൻ മാത്രമേ വീട്ടിലെ ആർട്ടിസ്റ്റ് ഞാനാണ്. ബിക്കോസ് എനിക്ക് മാത്രമേ വീട്ടിൽ കഴിവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ ഡാൻസ് കളിപ്പിച്ച് അതൊക്കെ യൂട്യൂബിൽ ഇടായിരുന്നു ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ LKG-ലെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കളിച്ചൊരു ഡാൻസ് ഉണ്ട്, ആ സാധനം അതാണ് നമ്മൾ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം യൂട്യൂബിലുള്ള കൊണ്ട് എളുപ്പമാണ്. വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊക്കെ കണ്ടു നേരെ നിങ്ങൾക്കും കാണണമെങ്കിൽ. ധൈര്യം ഇത് ചെറുതാകുമ്പോഴല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. ശരി, അപ്പോൾ അപ്പോഴും ചിരിച്ചു കണ്ട അതെന്നെ ബാക്കിൽ ആക്ഷൻ കാണിക്കുന്ന ചിരിക്കുന്നു. ഞാനായിരിക്കും. അപ്പുറത്തേക്ക് നോക്കണോ, ആരെങ്കിലും സിഗ്നൽ തരണ്ടോന്ന്? സ്റ്റെപ്പ് മാറേണ്ട സമയം പറഞ്ഞാൽ മതി, അപ്പൊ മാറ്റാം. അപ്പോന്ന് വെച്ചാ ഇത് 5-6 വയസ്സുള്ള 4 വയസ്സ് എന്തോ ഉള്ളു. LKG കഴിഞ്ഞ് UKG ആയി. ഇല്ലേ 5 വയസ്സ്. എന്നുവെച്ചാൽ അപ്പം 15 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. എനിക്ക് എന്തൊക്കെ മാറ്റാ വന്ന്, എന്റെ സ്കിന്ന് വരെ മൊത്തത്തിൽ. നിന്റെ സ്കിന്ന് നല്ല സ്മൂത്തും ഗ്ലോ ഒക്കെ ആണല്ലോ. എൻ്റെ സ്കിൻ ഇപ്പോഴും ഇത്ര സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആവാൻ ഗെയിം ചേഞ്ചർ പോലെ എൻ്റെ കയ്യിലൊരു സിറം ഉണ്ട്, ഡോക്ടർ ഷെത്തിൻ്റെ നോൺ ഇറിറ്റേറ്റിംഗ് വിറ്റാമിൻ C സിറം വിത്ത് നോ ഇറിറ്റേഷൻ, 0 ഇറിറ്റേഷൻ. അതാണ് ഇത്, ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് ആൻഡ് 10% വിറ്റാമിൻ C ആംപൂൾ സിറം. ഇതെന്താ എത്ര അടിപൊളിയായിരിക്കണത്? Because this is packed with the power of science and nature, combining ceramide and vitamin C. ഇതിനകത്തുള്ള സിറമൈഡ് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ റിപ്പയർ ചെയ്ത് നമുക്ക് ഒരു ഇറിറ്റേഷനും ഇല്ലാതെ എൻഷുർ ചെയ്യും. വിറ്റാമിൻ C എന്താ ചെയ്യുക അപ്പോൾ? വിറ്റാമിൻ C നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഇതിനകത്ത് 99% പ്യുവർ ആൻഡ് സ്റ്റേബിൾ വിറ്റാമിൻ C ആണ് ഉള്ളത്. അത് നമുക്ക് എഫിഷ്യൻസി കൂട്ടും. ഇത് രണ്ടിൻ്റെയും ഒരു യുണീക്ക് കോമ്പിനേഷൻ ആക്ച്വലി ഒരു ഭയങ്കര അടിപൊളി സംഭവമാണ്. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ മിക്ക സ്കിൻ ടൈപ്സ് ഉള്ള ആൾക്കാർക്കും ഒരു ഇറിറ്റേഷനും വരില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വാട്ടറി ടെക്സ്ചറാണ്, എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇത് ഭയങ്കര ക്വിക്ക് അബ്സോർബിംഗ് ആണ്. എൻ്റെ സ്കിന്നിനകത്ത് എങ്ങനെയാണ് ഇതിങ്ങനെ ഇത്ര പെട്ടെന്ന് അബ്സോർബ് ആവുന്ന പോലെ എനിക്കറിയില്ല. പിന്നെ ഒരു സ്റ്റിക്കിനെസ് പോലും ഇതിനകത്തില്ല. പിന്നെ ഇത് ഭയങ്കര നോൺ സ്റ്റിക്കിയാണ്. നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒട്ടൽ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ രണ്ടുപേർക്കും ബ്രൈറ്റ് ആൻഡ് ഈവൻ ടോണ്ട് സ്കിൻ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ബാരിയർ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിനകത്ത് നല്ല റിസൾട്ട് കിട്ടും, ഒരു ഇറിറ്റേഷനും നമുക്ക് ഉണ്ടാവില്ല. ബ്രൈറ്റർ ആൻഡ് ഹെൽത്തിയർ സ്കിൻ വിത്തൗട്ട് ഇറിറ്റേഷൻ നമുക്ക് കിട്ടും. എങ്ങനെ വെരി ഗുഡ് പറഞ്ഞെന്നാ പോത്തു അമ്മ എടുക്കണ്ട. സോ അമ്മ ഇത് തട്ടിപ്പറിക്കാനുള്ള എല്ലാ ചാൻസ് ഉള്ളത് കൊണ്ട് ഇത് എടുക്കണ്ട. പക്ഷെ ഞാൻ നമുക്കൊരു ഓഫർ തരാം, നിങ്ങൾക്കുള്ള ഓഫറാണ്, നിനക്കും വേണമെങ്കിൽ എടുക്കാം. നിനക്കിത് വാങ്ങണോ? അപ്പോൾ ഗൈസ്, ഡോക്ടർ ഷെത്തിൻ്റെ വെബ്സൈറ്റിൽ എൻ്റെ കോഡായ തേജ തങ്കു 2025 യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ പ്രോഡക്റ്റ്സിനും 20% ഓഫ് കിട്ടും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിളും അവൈലബിൾ ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. സോ ഇപ്പോൾ മനസ്സിലായി എൻ്റെ സ്കിൻ എങ്ങനെ ആയതെന്ന്. ഇത് തരില്ല, വേണമെങ്കിൽ ഒറ്റയ്ക്ക് വാങ്ങാം. ശരി, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. ഇതെനിക്ക് സ്റ്റെപ്പാണ്. കാരണം LKG പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ 100 സ്റ്റെപ്പ് തലയിൽ കയറ്റാൻ പറ്റുമോ? ഇതൊക്കെ എൻ്റെ LKG-ത്തെ ടീച്ചേഴ്സ്. ഇടയ്ക്കാണ് അവൾക്ക് ഓർമ്മ വരെ തലയാട്ടാൻ, ഇടയ്ക്കാണ് ചിരിക്കാൻ ഓർമ്മ വരിക. ചിരിച്ചില്ല അപ്പോൾ ആദ്യം ചിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ നോക്കോട്ടെ, കാര്യം നന്നായി ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ പറയും തലയാട്ടും. ഇപ്പോൾ അനങ്ങടെ തല അടക്കില്ലേ അവള്, തലക്കെന്താ പറ്റുമല്ലോ, തല മതിയില്ലല്ലോ. ആ കാലത്ത് എടുത്തത് വലിയ കാര്യം, മുഖം മാത്രം. എന്റെ മെമ്മറി പവർ കുറച്ച് അല്ല, ചെറുതാണ് സമയത്ത് ഇത്ര മെമ്മറി പവർ ഇല്ലല്ലോ. സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. കാണിച്ചു തന്നല്ലേ, ഞാൻ ഒറ്റയ്ക്ക് മെമ്മറൈസ് ചെയ്തെടുത്തു. ഒറ്റയ്ക്ക് നിങ്ങൾക്കൊന്നൊക്കെ എന്നെ അറിയണേ.
എടി നിന്റെ ആനുവൽ കഴിഞ്ഞിട്ടാണോ? അതെ, ടെൻഷനായിട്ടാ. എനിക്ക് കുറച്ച് ടെൻഷനായി സ്റ്റെപ്പ് 2 മറന്നപ്പോ. ഇതൊക്കെ മറന്നു. അപ്പൊ ആരെന്നോട് ചിരിക്കും. പുതിയ സ്റ്റെപ്പ് വന്നു. നല്ല രസമല്ലേ? ഞാൻ പക്ഷെ ചബ്ബി ആയിട്ടുണ്ട്. മുഖം അതിന്റെ എപ്പോഴും മുഖം അങ്ങനെയാണ്. വലിയ മുഖവും ബാക്കി എന്തോ പറയാൻ വന്നല്ലേ. ശരീരം ഒരു ഭാഗത്തന്നെ ഉള്ളൂ, മുഖം മാത്രം. അപ്പൊ അത് മോശമാണെന്നാണ് പറയുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ട് ഞാൻ രസമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിന്റെ മുഖം കണ്ട ആരും പറയില്ല നീ മെലിഞ്ഞിട്ടാന്ന്. പോയ ശേഷമാണ് മൊത്തം കോളായത്. ഒരു പുതിയ സ്റ്റെപ്പ്. എന്തായിരുന്നു അത്? ഇടയിൽ ചിരിക്കാൻ മറക്കുന്നിട്ട് ഞാൻ പാവം. ആക്ച്വലി നിമിഷന്റെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരും ഇങ്ങനെ ചെയ്യലില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇതെന്തോ ഇപ്പൊ വേൾഡത്തെ മൊത്തം ആൾക്കാരും കാണും. ഞാനാ നാളത്തെ സ്റ്റാർ, ഓവർനൈറ്റ് സ്റ്റാർ. നമ്മള് ഓരോ സ്റ്റെപ്പ് എണ്ണാണ്. തീരാനായോ ഇതിന് അടുത്ത സ്റ്റെപ്പിക്കായോ എന്റെ തോന്നുന്നു മാറ്റി തന്നെ. ചിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ഇതാണ്. നല്ല രസമുണ്ട് ഉള്ള ലാസ്റ്റ് ഇപ്പൊ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവൾ എന്നെ വിളിക്കും, കണ്ണു കാണിച്ചിട്ട് വാ അടുത്ത നിന്റെ മറ്റേ ശരി, എന്റെ ഐറ്റം ഡാൻസ് കാണാം. കുണുങ്ങില്ല, പക്ഷെ കുണുങ്ങുന്ന നല്ലപോലെ കാണല്ലേ. ഇത് അതിനിതിലേതാ സ്റ്റെപ്പ് ഉള്ളത്? ഞാൻ ആ കൊടനെ എന്തൊക്കെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാൻ തോന്നുന്നു. ചെറുപ്പത്തില് കൊട വെച്ചു ആ സമയത്ത് ഹാപ്പി ഹസ്ബൻഡ്സ് കണ്ട് ഞാൻ റിമാക്കലിങ്ങിലെ ഭയങ്കര ഫാനായിരുന്നു. എനിക്ക് ആക്ച്വലി ചെറുപ്പം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ഐറ്റം ഡാൻസർ ആവണം എന്ന്. ബാറിലൊക്കെ ഡാൻസ് കളിക്കണം. അതെ, കാരണം നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട്. ഉദ്ദേശിച്ച മനസ്സിലുള്ള എന്താ അങ്ങനെ ഇല്ലേ ഇതില് ഇതുകൊണ്ട് സ്നേക്ക് ഡാൻസ് ആയി. അത് കണ്ടില്ലേ നിങ്ങൾ? അത് അങ്ങനത്തെ സ്കേർട്ടാണോ? നന്നായി ലൈറ്റിനകത്ത് ആ മുഖം എക്സ്പ്രഷൻ ഒന്നും കാണണ്ടല്ലോ. മുഖത്ത് എന്തൊക്കെ ക്യാമറന്റെ ഫോക്കസ് ഒക്കെ താഴെ വഞ്ചിയാ. ഞാൻ ഓടിപ്പോയി. അത് ആ ഫോട്ടോ ഉണ്ടപ്പോ ഞാൻ നീ കൂടെ തന്നെ നിൽക്കുന്നത്. കളിക്കുന്ന പാട്ടിന് ഐറ്റം അല്ല എന്താ നാടോടി ആക്കാൻ പറ്റുമോ? അതിനകത്ത് അവള് മറ്റൊരു കമ്പിയിൽ ഇങ്ങനെ കാക്കൂല. അതെനിക്ക് കമ്പി ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് കാണാനുള്ള ത്രാണിയൊക്കെ കഴിഞ്ഞു. ഒരു 4 മിനിറ്റിന്റെ ഡാൻസ് ഒറ്റ അടിക്ക സ്പോട്ട് കൊറിയോഗ്രാഫിയിലാണ് ചെയ്തത്. പഠിച്ചിട്ട് കളിക്കാൻ എപ്പോഴും ഇഷ്ടമല്ല. എനിക്ക് എന്താ പഠിച്ചിട്ട് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് എക്സാം പഠിച്ച് എഴുതാൻ ഇഷ്ടമല്ല, ഒരു സ്പീച്ച് പഠിച്ച് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇനി അടുത്തത് ഓണത്തിൻ്റെ ഒരു സാധനമുണ്ട്. ഞാനും ചേച്ചിയൊക്കെ ദീപം, നിമിഷൻ്റെയും പ്രണവട്ടനൊക്കെ, നിമിഷൻ്റെ മമ്മിയും ദീപം പ്രണവട്ടൻ സോറി പ്രണവട്ട നിമിഷൻ്റെ എല്ലാവരും ഞാൻ പഴയത് ഇങ്ങനെ കുത്തിപ്പൊക്കുന്നതിന് അവളുടെ അമ്മ നോക്കിക്കോയാ പിടിച്ചിട്ട് വരണത് വിടില്ല. ഞാൻ അവളെ ചെറുപ്പം തൊട്ട് ഫുൾ കെയറിങ് ആയിരുന്നു. എന്റെ വിചാരം എന്താ പറയാ, ആക്ച്വലി ഇതെന്താ സിനിമ ഷൂട്ടാണെന്നാണ്. കണ്ടാ ഞാൻ അവളെ വിടില്ല, പോവാമല്ലോ നിക്കവിടെന്ന്. ചേച്ചിയാണ് എന്നെ ഫുൾ ആപ്പ് നിമിഷം പോടന്ന് ഇറങ്ങി. അത് നീ നിന്നു, ഞാൻ നീ വഴിതെറ്റി പോകാണ്ടിരിക്കാണ്ട് തോളിൽ പിടിച്ചിട്ട് വരണം. ഡാൻസ് ഇല്ല, കാട്ടണത് നോക്കമ്മ. ചെറുപ്പത്തില് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടെ ഉണ്ട്, പൂവൊക്കെ നാച്ചുറൽ പൂവ് നമ്മളിടും. ചേച്ചി കാട്ടണ കണ്ടാ? എന്താണ്
അത് തൊഴുതല്ലടാ, വിളക്കൊക്കെ വെക്കുമ്പോ അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴാണ് അടുത്ത് വന്ന് നിൽക്കുക. സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഇന്ന് നമ്മൾ ഹൈറ്റ് ഓറെല്ലാം നിൽക്കുക. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ നോക്ക് പിറന്നാളുമായി തൂക്കി വെച്ചിരിക്കുന്നത് എന്തിനായിരുന്നു? അല്ല എന്റെ എൻഗേജ്മെന്റ്. അയ്യോ ഇതെന്താ ഇണങ്ങാത്ത മനുഷ്യന്മാര്. ഇനിയിപ്പോ പറഞ്ഞു എല്ലാരും പൂടുന്ന പോലെ അഭിനയിക്കുന്നു കേട്ടാ. അപ്പൊ അപ്പുറത്ത് പറന്നു വന്നു. ഇനി നമ്മൾ അടുത്ത് കാണാൻ ട്രിപ്പ് നെല്ലിയാമ്പതി ട്രിപ്പ്. അതില് ഞാനായിരുന്നു ഷോ സ്റ്റോപ്പർ. എന്നാ മൈസൂര് ഞാനായിരുന്നു ഷോ സ്റ്റോപ്പർ. ഇപ്പൊ വരും തേജാസ് ഡാൻസ്. ഞാൻ പണങ്ങിട്ട് അതെവിടെ ഞാൻ കാണട്ടെ. വേണ്ട ചേച്ചി അപ്പോഴും കരച്ചിലാണ്. ഇപ്പൊ ഷോ കണ്ണൊക്കെ നിറഞ്ഞത്തോളം എന്നെന്താ വീഡിയോ എടുക്കട്ടെ ഇങ്ങനത്തെ കാണിക്കുന്നൊക്കെ ഞാൻ പറയാം. നല്ല സ്റ്റെപ്പാണ് കേട്ടോ. കണ്ട എന്റർടൈനർ ഞാനായിരുന്നു. ഇവളുടെ മാറ്റുമ്പോ ക്യാമറയ്ക്ക് തിന്നാൻ വരും. ഞാനേ അങ്ങനെ നിമിഷം എന്നെ എടുക്കണേ, എന്നെ എടുക്കും. ഞാനാ മെയിൻ ക്യാമറ തിന്നാൻ വരും. പണ്ടേ ക്യാമറ വീക്ക്നെസ് ആണ്. നിമിഷം നോക്ക എന്തോ കാര്യമായിട്ട് നോക്കാൻ ഞാൻ എന്തോ പാമ്പെന്തോ. ഞാൻ എത്ര ഉണ്ട് നോക്ക്, പക്ഷെ എന്റെ വിചാരം എന്തായിരുന്നു. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പണ്ടത്തെ വീഡിയോയും എന്റെ ഡാൻസും. എന്താണ് പണ്ടത്തെ ഡാൻസർ തങ്കുവിനെ പറ്റി പ്രത്യേകിച്ച് മറ്റേ ഡാൻസ് വെക്കായിരുന്നു. ഏതാണ് നമ്മള് നമ്മുടെ കോളേജിൽ കളിച്ചത്. അതൊക്കെ വലുതോ അതൊന്നും പറ്റില്ല. നല്ല രസം, സൂപ്പർ. എനിക്കത് ഇഷ്ടമില്ല എപ്പോഴും. നിനക്കെന്താ തപ്പിട്ടെടുത്തോണ്ട് ശരി, നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഇനി എന്തോരത്തെ പഴയ തപ്പിട്ടെടുത്തോ. എന്റെ ഇപ്പോഴത്തെ 5-ാം വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 7 years ഉള്ള എന്റെ ഡാൻസിനെ പറ്റി എന്താ പറയാനുള്ളത് ചോദിക്കും. നന്നായി കളിക്കും. എനിക്കൊക്കെ ഇഷ്ടമായി. നീ അപ്പോ ശരിക്കും ഒരു കുഞ്ഞു കുട്ടിയായോണ്ട് നല്ലതായിരുന്നു. ഇപ്പോഴാണ് നിനക്ക് കുറച്ച് അഹങ്കാരവും ആറ്റിറ്റ്യൂഡും പോലുണ്ട്. ചീത്ത പറയാ. അത് ഞാൻ ഇപ്പൊ അമ്മനെ ചീത്ത പറഞ്ഞു. എത്ര പ്രാവശ്യം ഞാൻ അമ്മന്റെ അടുത്ത് നീ പറഞ്ഞല്ല. ഈ സ്വഭാവത്തെ എന്താ ചെയ്യണ്ടേ? ഒന്ന് കെട്ടിപ്പിടിക്കൂ. എന്നെ കൊല്ലുവാണ്. കട്ടിപ്പിടിക്കണ്ട. ശരി. അപ്പൊ ഗൈസ് അതായിരുന്നു അതിനെ പറ്റി പറയാനുള്ളത്. എനിക്ക് ഈ സ്ത്രീന് ഒട്ടും വലിയ താല്പര്യമൊന്നുമില്ല. അതും ഇത് പറ, ഇപ്പൊ ഞാനാണോ വയലന്റ് നിങ്ങളാണോ വയലന്റ്? നീ എന്നെ പോണ്ട, ഇത് കൺക്ലൂഡ് ചെയ്യണം. ശരി ഗൈസ് നീ എന്നെ വിളിക്കിട്ടോ. വരുത്തും വരുത്തും. ഞാൻ നിർത്തുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. പണ്ടത്തെ ഞാൻ ഇപ്പോഴത്തെ ഞാനും പണ്ടത്തെ ഞാനും ഒക്കെ സൂപ്പറാണ്. ഇടത്തെ ഞാനും ഇനി വരാൻ പക്ഷെ അതിനേക്കാളും നല്ലത്. ഞാൻ പോണു. ഇടത്ത് ഞാനൊന്നുമില്ല. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അപ്പോൾ അതന്നെ എന്തെങ്കിലും ഒരു ഹിന്റ് പറ, ഞാൻ ഓർത്താക്കട്ടെ. ശരി, അപ്പോൾ ബൈ പറയൂ ഒന്ന് പ്ലീസ്. ബൈ. ഒരു ബുക്ക് എഴുതി വെക്കായിരുന്നു ഓരോ ഇൻസിഡൻസ്.